ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ 10th പ്രിലിംസിൻ്റെ എല്ലാ സ്റ്റേജും കഴിഞ്ഞിരിക്കുകയാണ്. അവസാനത്തെ, അതായത് നമ്മുടെ സ്റ്റേജ് രണ്ടാമത്തെ മാറ്റിവെച്ച എക്സാം ഓഗസ്റ്റ് 22-ാം തീയതി കഴിഞ്ഞു. അപ്പോൾ അന്ന് ഈ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ പലരുടെയും സംശയമാണ് എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത് അവരുടെ ഒരു വലിയൊരു സംശയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൊഴിൽ വാർത്തയുടെ, അതായത് തൊഴിൽ വാർത്ത ഈ പരീക്ഷ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. തൊഴിൽ വാർത്ത നമുക്കറിയാം, വർഷങ്ങളായിട്ട് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉപയോഗിക്കുന്ന അവരുടെ ഒരു വഴികാട്ടി കൂടിയായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണ മാസികയാണ് തൊഴിൽ വാർത്ത. അതിൽ അവരുടെ എക്സ്പേർട്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. പൊതുവെ അവർ വിലയിരുത്തുന്നത് കടുപ്പം കുറഞ്ഞ ചോദ്യങ്ങൾ കൂടുതൽ, അതായത് നമ്മുടെ എല്ലാ സ്റ്റേജിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു സ്റ്റേജ് രണ്ടാമത്തെ. ക്വസ്റ്റ്യൻസ് പൊതുവെ വളരെ എളുപ്പമുള്ളതാണെന്നുള്ളതാണ് തൊഴിൽ വാർത്തയുടെ ഒരു നിഗമനം. ഞാനത് വായിക്കാം. അവർ പറയുന്നത് കടുപ്പം കുറഞ്ഞ ചോദ്യങ്ങൾ കൂടുതൽ, അതായത് ഓഗസ്റ്റ് 22-ന് നടന്ന 10ാം തലം കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങൾ മുൻഘട്ടങ്ങളിലെ പരീക്ഷകളെ അപേക്ഷിച്ച് ലളിതമായിരുന്നു. അതായത് സ്റ്റേജ് 1, 3, 4 വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി ലളിതമായിരുന്നു, കുറേ കൂടി എളുപ്പമായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പൊതുവിജ്ഞാനത്തിലെ വലിയൊരു ശതമാനം ചോദ്യങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് ചിരപരിചിതമായിരുന്നു. അത് ശരിയാണല്ലേ. നമ്മുടെ GK ചോദിച്ച ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് PSC വർഷങ്ങളായിട്ട് ചോദിക്കുന്ന, വളരെ എല്ലാവർക്കും പഠിച്ചു തുടങ്ങുന്ന ആൾക്ക് പോലും എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു വാസ്തവമാണ്. ജനറൽ സയൻസ് ഭാഗത്തെ പ്രത്യേകിച്ചും ഭൗതിക ശാസ്ത്രത്തിലെ ചോദ്യങ്ങളാണ് ഉയർന്ന നിലവാരം പുലർത്തിയത്. അത് കറക്റ്റാണ് അല്ലേ. ഒരു 10 ചോദ്യം സയൻസിൽ നിന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണം ഒരു ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു. +2 ലെവലിന് മീതിയുള്ള ചോദ്യങ്ങളായിരുന്നു 5 എണ്ണം. അതിൽ പ്രത്യേകിച്ച് അവർ പറയുന്നത് നമ്മുടെ ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്, അതായത് ഉദ്യോഗാർത്ഥികളൊന്ന് പരീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ആയിട്ട് തൊഴിൽ വാർത്ത വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി ഇവർ പറയുന്ന കട്ട് ഓഫാണ്. ലാസ്റ്റ് ഗ്രേഡ് വിഭാഗത്തിൽ 70 മുതൽ 80 റേഞ്ചിലും LD ക്ലർക്ക് അഥവാ സ്റ്റോർമാൻ വിഭാഗത്തിൽ 75 മുതൽ 85 റേഞ്ചിലും കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം. അതായത് മറ്റ് സ്റ്റേജുകളിലൊക്കെ വെച്ച് നോക്കുമ്പം തൊഴിൽ വാർത്ത ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ, അതായത് നമ്മുടെ ഓഗസ്റ്റ് 22-ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് 2-ൻ്റെ എക്സാമിനാണ് അവർ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേജ് 1, 3, 4 ഒക്കെ തൊഴിൽ വാർത്ത ഒരു 60, 65 വരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അവർ പറയുന്നത് 70-ന് താഴെ ഇവർ സൂചിപ്പിച്ചിട്ടേ ഇല്ല. 70-ഉം 70-ന് മുകളിലേക്കുമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒരു ഏകദേശ ധാരണയാണ്. ഇതിൻ്റെ യഥാർത്ഥ ഫലം വരുമ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ കുറയാം, 65 63 അങ്ങനെയൊക്കെ ആയിട്ട് വരാം. പക്ഷേങ്കിൽ നമ്മുടെ ഒരു ഏകദേശ, വർഷങ്ങളായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരുടെ ഒരു ഏകദേശ കണക്ക് കൂട്ടലാണ്, അവരുടെ ഒരു ധാരണയാണ് കട്ട് ഓഫ് മാർക്ക് ഇങ്ങനെയാവുന്നുള്ളത്. അപ്പോൾ അവരതിൽ പറയുന്നത് 70 മാർക്ക്, 70-ന് മുകളിലാണ് അവരുടെ സാധ്യതയായിട്ട് പറയുന്ന കട്ട് ഓഫ് മാർക്ക്. അത് ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ 70 മുതൽ 80 വരെയും, LDC സ്റ്റോർമാൻ ആണെങ്കിൽ 75 മുതൽ 85 വരെയും. LDC സ്റ്റോർമാൻ കുറച്ചും കൂടി ഉയർന്ന പരീക്ഷയാണല്ലേ ലാസ്റ്റ് ഗ്രേഡിനേക്കാൾ. ബെഫ്കോ LD ഒക്കെ വരുന്നതാണ്. അതിന് 75 മാർക്കാണ് അവർ മിനിമം കട്ട് ഓഫ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 65 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്ക് കിട്ടിയവർ നിരാശപ്പെടേണ്ട. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പക്ഷേങ്കിൽ എന്ന് വെച്ച് അമിതമായിട്ട് അത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. എന്തായാലും പഠിക്കുക, അതാണ്. കാരണം നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളിത് പരീക്ഷ കട്ട് ഓഫിന് മേലെ നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ പഠിക്കുക. കാരണം ഇപ്പോൾ VFA മറ്റ് പല എക്സാമുകളും വരുന്നുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം ഒരിക്കലും അതിൻ്റെ ഒരു ഫലം എന്തായാലും ലഭിക്കും, ഒരിക്കലും പാഴായി പോവില്ല. അത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഇതിൽ ഈ ചോദ്യപേപ്പറിനെ മൊത്തത്തിലൊന്ന് വിശദീകരിക്കുമ്പോൾ ചില വസ്തുതാ പിശകുകൾ ഈ ചില ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അത് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതായത് ചോദ്യപേപ്പറിൽ ഏതാനും ചോദ്യങ്ങളുടെ വിവരണങ്ങളിൽ വസ്തുതാപരമായ പിശകുണ്ട്. അതാണല്ലോ നമുക്കറിയാം, നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഒന്നാമത്തത്, ഗാന്ധിജി ആരെ പിന്തുണയ്ക്കാനാണ് ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചതെന്ന ചോദ്യത്തിൽ നൽകിയ വർഷം 1917 എന്നാൽ ഖേദ സത്യാഗ്രഹം നടന്നത് 1918 അല്ലേ. ഖേദ സത്യാഗ്രഹം നടന്നത് 1918 ചോദ്യത്തിൽ 17 നൽകി. അതുപോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴയെ ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന് ഭാരതപ്പുഴ എന്ന് പ്രസ്താവിക്കുന്നുണ്ട്. മാമാങ്കം നടക്കുന്ന ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അവർ ഉദ്ദേശിച്ച ഭാരതപ്പുഴയാണ് നമുക്ക് മനസ്സിലായി. പക്ഷേ അതിൽ കൊടുത്തൊരു പ്രസ്താവന തെറ്റാണ്. പെരിയാറാണ് അതിൻ്റെ ഉത്തരമായി വരിക. ഏറ്റവും നീളം കൂടി രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. അങ്ങനെ കുറച്ച് പിശകുകൾ ഈ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുപോലെ തന്നെ സിലബസിനോട് പൂർണ്ണമായി നീതി പുലർത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല, സിലബസിനോട് പൂർണ്ണമായി നീതി പുലർത്തിയിട്ടില്ല. ഇപ്പം അവകാശങ്ങളും കടമകളും മറന്നു. അതായത് ഈ പരീക്ഷയുടെ സിലബസിൽ ഒരു പ്രധാന ഭാഗമായിരുന്നു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ദേശീയചിഹ്നങ്ങളും.
സിലബസ് സൂചന പ്രകാരം 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് വരേണ്ടത്. എന്നാൽ 3 ചോദ്യങ്ങൾ മാത്രമേ ഈ പ്രധാന ഭാഗത്തു നിന്ന് നേരിട്ട് വന്നിട്ടുള്ളൂ. അതായത് 10 മാർക്കിൻ്റെ കാര്യങ്ങൾ ചോദിക്കേണ്ടടുത്ത് 3 മാർക്കിൻ്റെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ പൗരൻ്റെ അവകാശങ്ങളും കടമകളും ദേശീയചിഹ്നങ്ങളും പൊതുവെ അത്യാവശ്യം എളുപ്പമുള്ളതും എല്ലാവരും പഠിച്ചു പോകുന്നതുമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്നൊരു 10-ൽ ഒരു പകുതി ചോദ്യം പോലും വരാണ്ട് വെറും 3 ചോദ്യം മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചൊരു നിരാശാജനകമാണ്. കാരണം ആ ഒരു മാർക്ക് അവിടെ, അതുപോലെ തന്നെ അതൊരു സിലബസിനോട് പൂർണ്ണമായി നീതി പുലർത്തിയെന്ന് ചോദിച്ചാൽ ഇല്ല. മൊത്തത്തിൽ ഇത് ഈ 10ാം തലം പ്രിലിമിനറി പരീക്ഷയുടെ ഏറ്റവും എളുപ്പം സ്റ്റേജായിട്ട് എക്സ്പേർട്സ് വിലയിരുത്തുന്നത് നമ്മുടെ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള മാറ്റിവെച്ച പരീക്ഷയായിട്ടുള്ള സ്റ്റേജ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ വാർത്ത കൊടുക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 70 അവർ പറയുന്നത്. ലാസ്റ്റ് ഗ്രേഡിന് LDCക്ക് 75 പറയുന്നത്. ഇത് കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് യഥാർത്ഥ ഫലം വന്നാൽ നമുക്ക് പറയാൻ പറ്റൂ. തൊഴിൽ വാർത്തയുടെ നിലവിലെ ഒരു ഏകദേശ കണക്കൂട്ടൽ പ്രകാരം 70 അവർ ഈ പരീക്ഷയ്ക്ക് പറയുന്ന കട്ട് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.